ൂരിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് അതറിയാൻ വേണ്ടിയ ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. അതല്ല, അടുത്ത പോയിന്റിൽ ആൾക്കാർ കാത്തുകയല്ലേ. ഇവിടെ എത്തിച്ചേരാം എന്ന് പറഞ്ഞ സമയം 11:30. ഇപ്പൊ ആയത് എത്രയാ? ചെറിയ വ്യത്യാസമുള്ളൂ, 1-1-2. എനിക്കറിയാം ഭയങ്കര വ്യത്യാസമാണെന്ന്. പലരും ഭക്ഷണം വെച്ചിട്ടുണ്ടാവില്ല. ഇതൊന്ന് കഴിഞ്ഞിട്ട് ഓടിച്ചെന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചിലർ വെച്ചിട്ടുണ്ടാവും, അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഭക്ഷണം കഴിക്കാതെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുക. ഒരിക്കലും ബോധപൂർവം വൈകിയതല്ല. നമ്മളിന്ന് ആകെ തീരുമാനിച്ച പോയിന്റ് 22 23 പക്ഷെ എത്ര 22.23 പോയിന്റാണ് തീരുമാനിച്ചത്. പക്ഷെ ഇതിനകം തന്നെ ഞാനൊരു 25 പോയിന്റിലെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞു. അതൊന്നും മുൻ നിശ്ചയിച്ച പോയിന്റുകളല്ല. ആൾക്കാരെല്ലാം റോട്ടിലിറങ്ങി നിൽക്കുക. അവിടെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഒരു പോയിന്റ് ആവുകയാണ്. അവർ ചിലർ പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുന്നു, ചിലർ പോസ്റ്റർ പിടിച്ച് നിൽക്കുന്നു, ചിലർ പൂക്കൾ കൊണ്ട് നിൽക്കുന്നു, ചിലർ മാല കൊണ്ട് നിൽക്കുന്നു, കുട്ടികൾ കൈ ഇങ്ങനെ ആക്കിയിട്ട് നിൽക്കുന്നു. അപ്പോൾ അവരെല്ലാവരെയും കണ്ടിട്ട് കാണാത്ത പോലെ വരാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ടാണ് എല്ലായിടത്തും ഒന്ന് നിർത്തി ഇങ്ങോട്ടേക്ക് വന്നത്. അതിൻ്റെ പേരിലാണ് വൈകിയത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മളും ഇടയിൽ നിർത്തി ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം, വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരു കാര്യം കൂടെ, ചേച്ചി റോഡിൻ്റെ അപ്പുറത്ത് കൈ കാണിക്കുന്ന 2 ചേച്ചിയോടും കേട്ടോ, ആ മാറിപ്പോയ ചേച്ചിയോടും പ്രത്യേകം പറ. അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിലാണ് വൈകിയത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ബസ്സിലുള്ള ആൾക്കാർക്ക് വടകരയിൽ വോട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യണേ. അതിൽ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇവിടെ എത്താൻ വൈകിയാലും നിങ്ങളൊരവസരം തന്നാൽ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വൈകില്ല എന്നുള്ള വാക്ക് വെള്ളിയൂർ മേഖലയിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും നൽകാൻ ആഗ്രഹിക്കുക. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. രാജ്യത്തിൻ്റെ ഐക്യം കാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണാനും പരസ്പരം ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ വ്യത്യാസങ്ങളില്ലാതെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന ഒരു ഭരണകൂടം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരണമെങ്കിൽ അതിൻ്റെ തലപ്പത്ത് രാഹുൽ ഗാന്ധി ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ രാഹുൽ ഗാന്ധിക്ക് കരുത്തു പകരാൻ വടകരയുണ്ടാകുമെന്നുള്ള ഉറപ്പും വാക്കും ഞാൻ നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. അത് ഉറപ്പല്ലേ? വാക്കല്ലേ? ഞാനത് നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നോട് ചില സർവേക്കാർ ചോദിച്ചു, 6% വോട്ടിന് തോക്കുമല്ലോ. ഞാൻ ചിരിച്ച്. പിന്നെ അവർ വന്നിട്ട് പറഞ്ഞു, വേറൊരു സർവേ പറഞ്ഞു 3% വോട്ടിന് തോക്കുമല്ലോ. അപ്പോഴും ഞാൻ ചിരിച്ചു. പിന്നെ ഒരു സർവേ വന്നിട്ട് പറഞ്ഞു ഒപ്പത്തിനൊപ്പമാണ്, ഇഞ്ചോടിഞ്ചാണ്. അപ്പോഴും ഞാൻ ചിരിച്ചു. അപ്പോൾ വേറൊരു സർവേ ആദ്യം 6 പറഞ്ഞവർ പിന്നെ പറഞ്ഞു 3 കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ അവർ ചോദിക്കുന്നു ഇനി ലീഡാണ് എന്നുള്ള സർവേ വന്നാൽ പ്രതികരിക്കുന്നു. അപ്പോഴും ഞാൻ പ്രതികരിക്കില്ല. കാര്യം എന്താണെന്നറിയോ? ഞാൻ സർവേക്കാരെ കണ്ട് വന്നതല്ല, ഞാൻ നിങ്ങളെ കണ്ടാണ് ഈ പോരാട്ടത്തിന് ഞാൻ വന്നത്. എൻ്റെ വിശ്വാസം നിങ്ങളിലാണ്. 11:30 മണിക്ക് എത്തിച്ചേരേണ്ട പോയിന്റിൽ 2:30 മണിക്ക് ഇവിടെ എത്തിച്ചേരുമ്പോഴും ഇതിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാതെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു വ്യാജ പരാതിക്കും വടകരയുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഞാൻ ഒരു കാര്യം തീർത്ത് നിങ്ങളോടും പറയാം, നമ്മൾ തമ്മിൽ വർഷങ്ങളുടെ ബന്ധവും പഴക്കവും ഒന്നുമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ വടകരയുമായിട്ടുള്ള ബന്ധത്തിന്റെ അളവുകോൽ കാലമല്ല എന്നുള്ളത് ഇവിടെ വന്നിറങ്ങി ഈ ദിവസം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ആരെയും വ്യക്തിഹത്യ നടത്തുന്ന രാഷ്ട്രീയക്കാരനല്ല, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല, ഞാൻ ആരെയും ആക്ഷേപിക്കുന്ന ഒരാളുമല്ല. ഞാൻ മനസ്സിലറിയാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്തം എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, 22 വർഷമായിട്ട് ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നു, 15 വർഷമായിട്ട് ഞാൻ നവമാധ്യമങ്ങളിൽ ഇടപെടുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അറിയാം, 13 വർഷമായിട്ട് ഞാൻ അസംബ്ലിയിലുണ്ട്. എൻ്റെ നാവിൻ തുമ്പെന്ന് അനാവശ്യമോ വേണ്ടാത്തതോ ആക്ഷേപകരമോ അൺപാർലമെൻ്ററിയോ കൊള്ളരുതാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ. നാടൻ ഭാഷയുടെയും നാടൻ പ്രയോഗത്തിൻ്റെയും പേരിൽ ഞാൻ ആരെയും ആക്ഷേപിക്കാറില്ല. അമ്മ, ഞാൻ ആക്ഷേപം ഒരു ശീലമാക്കിയവനല്ല.
ഞാനിവിടെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു മഹാമനുഷ്യന്റെ പിന്നാലെ നടന്ന ഒരാളാണ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പറയാ, ഉമ്മൻചാണ്ടി സാറിന്റെ പിന്നാലെ നടന്നുകൊണ്ട് തന്നെ പറയാണ്, ആക്ഷേപിക്കാതെ വിമർശിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച ആ നേതാവിന്റെ വഴിയിൽ നടക്കുന്നതുകൊണ്ട് പറയാം, മനസ്സറിഞ്ഞ് ഒരാളെയും വേണ്ടാത്തത് പറയാൻ അനുവദിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എന്നെ കേൾക്കുന്ന CPIM പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് പരിശോധിക്കുക. നിയമസഭയിൽ ഡോളർ കടത്തും സ്വർണ്ണക്കടത്തും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ആ വിഷയങ്ങളിലൊന്നും നിറം പിടിപ്പിച്ച കഥകളുടെ പുറകെ അല്ല, നേരെ മറിച്ച് നീതി ജനാധിപത്യ മാർഗത്തിൽ നിയമം ഉന്നയിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇപ്പോൾ ഇവിടെ നാദാപുരത്ത് പടക്കം പൊട്ടി ജീപ്പ് കത്തിയപ്പോൾ അത് ബോംബാണ്, അത് ഷാഫിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞ് പലരും സ്റ്റാറ്റസ് ഇട്ടു, പോസ്റ്റ് ഇട്ടു. അത് ടീച്ചർ പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പാനൂരിൽ ബോംബ് പൊട്ടിയൊരു ചെറുപ്പക്കാരൻ മരിച്ചു, എൻ്റെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ബോംബ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, പോസ്റ്റ് ഇടുന്നതിനെ പറ്റിയല്ലേ ഇവിടെ പറയുന്നു. ഒരാൾ ചിന്നി ചിതറിപ്പോയി, എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ബോംബ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തോരം വ്യാജ പ്രചരണങ്ങൾ നടന്നു. ധ്യാൻ ശ്രീനിവാസനും ഞാനും കൂടെ നിൽക്കുന്ന ചിത്രത്തിൽ ധ്യാനിനെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവച്ചിട്ട് ഷാഫി പറമ്പിൽ കൊലയാളിയോടൊപ്പം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. രമ്യ ഹരിദാസിനെ കേട്ടാൽ അറക്കുന്ന തെറികൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു സ്റ്റേജിൽ പറയാൻ പറ്റാത്ത തരത്തിൽ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പോൾ ഒരു സൈഡിൽ മാത്രം ഈ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഇഷ്ടത്തിനൊരു കുറവ് വരുത്താൻ വേണ്ടി ഇല്ലാത്ത കഥകൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുക. പിന്നെ തള്ളി പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ പാവം സിദ്ധാർത്ഥനെ 2-3 ദിവസം പട്ടിണിക്കിട്ട് പീഡിപ്പിച്ച് കൊന്നപ്പോൾ എവിടെയായിരുന്നു ഇവരുടെയൊക്കെ കരുതലും തള്ളിപ്പറയലും? എവിടെയായിരുന്നു ഇവരുടെ അമ്മ മനസ്സും ഈ തള്ളിപ്പറയേണ്ട മനസ്സും ഒക്കെ? ഒരു കുട്ടിയെ 2-3 ദിവസം പട്ടിണിക്കിട്ടിട്ട് അവസാനം പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അതിൻ്റെ വയറ്റിൽ ഒന്നും ഇല്ലാഞ്ഞു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഖേദവും വിഷമവും ആ അച്ഛനമ്മമാർക്ക് ഉണ്ടാക്കിയപ്പോൾ എവിടെയായിരുന്നു ഇവരുടെ കരുതൽ? ആരെ അവർ കരുതൽ പഠിപ്പിക്കുന്നത്? ആ KK രമേന അസംബ്ലിക്കകത്തും പുറത്തും നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കരുതലിന്റെ പര്യായങ്ങളൊന്നും അവിടെയൊന്നും വാ തുറന്ന് അവരുടെ ഒരു ഇത് പാടില്ല എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം അടുത്തെത്തി നിൽക്കുമ്പോൾ മാത്രം ഈ പറയുന്ന പരാതി, ഞാൻ അറിയാത്ത കാര്യം എൻ്റെ പേരിൽ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തിനാണ് അത് പറയുന്നത് എന്നുള്ളത് ഉണ്ടോ ഇല്ലയോ? എനിക്ക് അത് മതി, വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, എനിക്ക് നാട്ടിലെ ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് മതി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം, സഹായിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഇനി അതൊന്നും ആവർത്തിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു, ഈ നട്ടുച്ച വെയിലത്തും ഇതുപോലെ ഉജ്ജ്വലമായൊരു സ്വീകരണം തന്ന നിങ്ങളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുന്നില്ല. നന്ദി ഇല്ലാത്തത് കൊണ്ടല്ല, എൻ്റെ നന്ദി ഞാൻ പ്രവൃത്തിയിലൂടെ കാണിക്കുമെന്ന് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് വേണ്ടി ഒരു വോട്ട് ചോദിക്കണം, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ബന്ധത്തിലും പരിചയത്തിലും ഒക്കെ ഉള്ള ആൾക്കാരോടൊക്കെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് നേരിട്ട് കണ്ടൊക്കെ പറയണം. പറയോ? ഉറപ്പാണേ. എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതിന്റെ പേരിലോ ചെയ്തതിന്റെ പേരിലോ നിങ്ങൾ ഒരാളുടെ മുന്നിലും തലകുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉറപ്പ് നൽകിക്കൊണ്ട്, പിന്നെ ഒരു കാര്യം കൂടെ, അതാ പ്രശ്നം, ഒരു കാര്യം കൂടെ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി സെൽഫി എടുത്ത് സമയം കളയുന്നു, പോയിന്റ് വൈകുന്നു എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാരനെ ചെയ്തു. സെൽഫി അടുത്ത ദിവസം എടുക്കാന്ന് അവര് പറയുന്നത്. കുറച്ച് നമുക്ക് പിന്നെ ഒരുപാട് ലേറ്റ് ആയിന്നാ പറഞ്ഞ 3 ഇനിയിപ്പോ രാത്രിയുടെ പരിപാടി പുലർച്ചെ 2 മണിയാവും. ഇതാ വരുന്നു താടിക്കാരൻ. ശരി, ഞാൻ പോയിട്ട് വരട്ടെ. എല്ലാരോടും കേട്ടോ, നോക്കണേ കാര്യങ്ങളൊക്കെ. 26-ാം തീയതി ഉച്ചക്ക് പോയി വോട്ട് ചെയ്യണേ. ഓന്നോ ഉച്ചക്കാണ് വോട്ട് ചെയ്യാ? എപ്പ ചെയ്യും? ഉറപ്പാണ്. അതറിയാൻ വേണ്ടി വെച്ചു. ബാക്കിൽ നിന്ന് ഒരാൾ പറയും ഓ ചെയ്യാന്ന്. രാവിലെ തന്നെ ചെയ്യണേ.